ഇപ്പോഴത്തെ ഈ ചൂട് കാരണം നമ്മുടെ അടുക്കളപ്പുറത്തൊക്കെ ഈ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നെങ്കിൽ നമ്മൾ ഇത്തിരി ഒന്ന് സൂക്ഷിക്കണം അല്ലേ. അപ്പം ഞാനിന്ന് അടുക്കളപ്പുറം ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഇറങ്ങിയതാണേ. അപ്പോഴാണ് ഞാൻ കണ്ടത് ഇവിടെ മൊത്തവും അലങ്കോലമായിട്ട് കിടക്കുക. എന്നും ഞാൻ വന്ന് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാറുണ്ടെങ്കിലും അങ്ങനെ ശ്രദ്ധിക്കാറും ഒന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ വാർത്തയും നമ്മളുടെ റീൽസിലും ഒക്കെ കാണുന്ന കുറേ വാർത്തകളൊക്കെ കാണുമ്പോഴത്തേനും ഇച്ചിരി പേടിയാവും. അപ്പം ഞാൻ നോക്കിയപ്പം ഇവിടെ കുറേ സാധനങ്ങളിങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ എല്ലാം ഒന്ന് ക്ലീനാക്കി എന്തെങ്കിലും കയറി ഇരിപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ അടുക്കളപ്പുറത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. അടുക്കളപ്പുറം എന്നല്ല, നമ്മുടെ മുറ്റം മൊത്തം. ഞങ്ങൾക്കിപ്പം അടുക്കളപ്പുറമെന്ന് പറയാനേ ഉള്ളൂ, മുറ്റമൊന്നും അധികമൊന്നും ഇല്ല. ആകെ ബാക്ക് സൈഡിൽ ഞാൻ ഈ നിൽക്കുന്ന അത്രയും സ്ഥലം മാത്രമേ ഉള്ളൂ, ഈ വീഡിയോയിൽ കാണുന്ന അത്രയും സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര പേടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ കാടും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര പേടിയൊന്നുമില്ല. ഞാൻ വന്നതിന് ശേഷം ഇവിടെ ഈ ചീര കണ്ടോ, ഈ ചെടിച്ചട്ടിയിൽ എല്ലാം ഞാൻ ചീരയാണ് ഇപ്പോൾ നട്ടേക്കുന്നത്. അപ്പോൾ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ചീര എല്ലാം വളർന്ന് കുറച്ചൊക്കെ വളർന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു, അങ്ങനെ വേണേൽ പറയാം. അപ്പം ഞാൻ വിചാരിച്ചു, എന്നും ഞാനിവിടെ വെള്ളം ഒഴിക്കാനായിട്ട് വരാറുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നേരെ വന്ന് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുക, അതായത് ചീരയ്ക്ക് വെള്ളം ഒഴിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ നനവുള്ളത് കൊണ്ട് എന്തെങ്കിലും ചുരുണ്ട് കയറി ഇരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നല്ല തണുപ്പായിരിക്കും ആ ചെടിച്ചട്ടിയുടെ അവിടെ ചുരുണ്ട് കയറി കിടക്കാനായിട്ട്. അപ്പം ഞാൻ അവിടെ എല്ലാം ഒന്ന് തൂത്തുവാരിയിട്ട് ചെടിച്ചട്ടിയും ബാക്കി സാധനങ്ങളൊക്കെ ഇത്തിരി ഗ്യാപ്പിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നാൽ ഇവിടെ കുറേ ആക്രി സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ആക്രി സാധനങ്ങൾ വെച്ചാൽ എനിക്കൊരു സ്വഭാവമുണ്ട്, ഈ പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുന്നത്. അത് എന്നിട്ട് ആക്രിക്കടയിൽ കൊണ്ടു കൊടുക്കും. ശേഖരിക്കുക എന്ന് പറയുന്നത് പുറത്തിറങ്ങിപ്പോയി റോഡിൽ പോയിട്ട് ശേഖരിക്കുക അങ്ങനെയല്ല. നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ചിലപ്പം പെപ്സി വാങ്ങിക്കും, ചിലപ്പം നമ്മുടെ എന്തോ അതിന് പറയുന്നത്, മാംഗോയുടെ ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ ഇടയ്ക്ക് ചേട്ടായി വാങ്ങിച്ച് കുടിക്കാറുണ്ട്. സ്ലൈസ്, അതിൻ്റെ കുപ്പി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സ്ലൈസ്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കുപ്പി ഞാൻ കളയാറില്ല. ഈ ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് എടുക്കാൻ വരുമെങ്കിലും അവർക്ക് ഞാൻ കൊടുക്കാറില്ല കേട്ടോ. ആക്രിക്കടയിൽ കൊണ്ട് കൊടുത്താൽ നമുക്ക് കുറച്ച് പൈസ കിട്ടുമല്ലോ. അപ്പം നിങ്ങൾ വിചാരിക്കും, അയ്യേ ഇവിടെ എന്തൊരു എച്ചിയാണെന്ന്. എനിക്ക് പണ്ടേ അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പൈസ കിട്ടുന്നെങ്കിൽ അതിങ്ങനെ കൂട്ടി വെക്കുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ആക്രിക്കാരന്മാർ വീട്ടിൽ വരുമ്പോൾ അവർക്ക് കൊടുത്തിട്ട് പൈസ വാങ്ങിക്കുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഞാനിങ്ങനെ കുപ്പികൾ, പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഇങ്ങനെ കുപ്പികൾ ശേഖരിക്കാറുണ്ട്, സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. അപ്പം ഇതൊക്കെ കൊണ്ട് കൊടുക്കണമെന്ന് ഇപ്പം പുതിയതെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ കൂട്ടി വെച്ചിട്ടുണ്ട്, അതും കൊണ്ട് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ നമ്മൾ ശീലിച്ച കാര്യങ്ങൾ അങ്ങനെ മാറ്റാനായിട്ട് നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇപ്പോഴും അതൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഈ സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുക്കണം, ആക്രിക്കടയിലായിട്ട് കൊണ്ട് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളുകളായി. പക്ഷെ നടക്കുന്നില്ല, സമയം കിട്ടുന്നില്ല. അപ്പോൾ 2-3 ദിവസങ്ങളായിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്നില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം സമയം കിട്ടുന്നില്ല, നമ്മൾ വീട്ടിലില്ലായിരുന്നു, ഓരോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കിലായിരുന്നു. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട്, അതായത് രാവിലെ ഒരു 10 മണി കഴിഞ്ഞ് ഒരു 11 മണി തൊട്ട് വൈകിട്ട് ഒരു 4 മണി വരെ ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തോട്ട് ഇറങ്ങാനായിട്ട് പറ്റത്തില്ല. ഇപ്പോഴും ചെറിയ രീതിയിൽ വെയിലടിക്കുന്നുണ്ട്. അത് ഭയങ്കര വെയിലിൻ്റെ അറ്റമായിരിക്കും ഇവിടോട്ട് വെയിലടിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങാറില്ലായിരുന്നു. പിന്നെ വൈകിട്ടും രാവിലെ ഒന്നും സമയം കിട്ടിയതുമില്ല. അതങ്ങനെ ഇരുന്ന് ഇടയ്ക്കുള്ള മഴയൊക്കെ പെയ്തിട്ട് അവിടെ മൊത്തം കുളമായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവിടെ ഈ ഡ്രം ഇരിപ്പുണ്ടല്ലോ, ഒരു ഡ്രം വെറുതെ ഇരിക്കുക, ഒരു ഡ്രമ്മിലാണ് ഞാൻ ഈ പ്ലാസ്റ്റിക് കുപ്പികളും ആക്രിക്കടയിൽ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നത്. അതാകുമ്പോൾ വലിച്ച് വാരി ഇടേണ്ടി വരത്തില്ല, ഒതുങ്ങി അതിനകത്തങ്ങ് ഇരുന്നോളൂ. അപ്പം ഞാൻ വിചാരിച്ചു, ഈ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ കൊണ്ട് കളയുന്നത് വരെ ഈ ഒരു ഡ്രമ്മിനകത്തോട്ട് ആ കവറോടെ എടുത്ത് വയ്ക്കാം. അപ്പം ഇങ്ങനെ അലങ്കോലമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കത്തില്ലല്ലോ. അപ്പം നമുക്ക് കുറച്ച് സ്പേസും കിട്ടും. സാധനങ്ങൾ വെക്കുമ്പോൾ അതിൻ്റെ ഗ്യാപ്പ് കുറച്ച് സ്പേസ് ഇട്ടിട്ട് നമുക്ക് വെക്കാനും പറ്റും. അഥവാ എന്തെങ്കിലും കയറി ഇരുന്നാലും നമുക്ക് കാണാനും പറ്റുമല്ലോ. ജസ്റ്റ് പെട്ടെന്നൊന്ന് നോക്കിയാൽ കാണത്തക്ക പോലെ ഞാൻ അതും അങ്ങ് എടുത്ത് വെച്ചു കേട്ടോ. എല്ലാം ഞാൻ ഗ്യാപ്പിട്ടാണ് വെച്ചേക്കുന്നത്. ഭിത്തിയോട്
ഭിത്തിയോട് ചേർത്ത് വെച്ചിട്ടില്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങോട്ട് മാറ്റി. ഒന്നെത്തി നോക്കിയാൽ കാണാവുന്ന രീതിയിൽ വെച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പം അധികം സാധനങ്ങളൊന്നുമില്ല കേട്ടോ. ഞാൻ ആ വേസ്റ്റ് ഇടുന്ന കവറും എല്ലാം ഞാൻ ആ ഡ്രമ്മിനകത്താക്കിയിട്ടുണ്ട്. പിന്നെ ആകെ ആ 2 ഡ്രമ്മും നമ്മുടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റും പിന്നെ നമ്മുടെ ഒരു തൂമ്പ മാത്രമേ അവിടെ ഇരിപ്പുള്ളൂ കേട്ടോ. പെട്ടെന്നൊരു സാധനം കയറി വന്നാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. കാരണം നമ്മുടെ ഞാൻ നിൽക്കുന്നത് അടുക്കള ഭാഗത്തല്ലേ, അപ്പോൾ ആ ഡോറിനകത്തൂടെ കയറി വന്നാലും ആ അടുക്കളയിൽ ഷെയ്ഡിൻ്റെ താഴെ ഇരിക്കുന്ന പാത്രത്തിനകത്ത് ഇടയ്ക്കൊക്കെ കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ എൻ്റെ പേടിയാണ് കേട്ടോ ഞാനീ പറയുന്നത്. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, എനിക്ക് അങ്ങനെയൊക്കെ പേടിയുണ്ട്. അടുക്കള തുറന്നിട്ടിട്ട് ഞാനിപ്പോൾ വന്നിരുന്നു കഴിഞ്ഞാൽ അയ്യോ അടുക്കളയിൽ കൂടെ കയറിയിട്ട് പാത്രത്തിൻ്റെ ഇടയ്ക്കൊക്കെ വന്നിരിക്കുമോ, ഗ്യാസ് കുറ്റിയുടെ ബാക്കിൽ വന്നിരിക്കുമോ, അല്ലെങ്കിൽ അരിയൊക്കെ വെക്കുന്ന പാത്രത്തിൻ്റെ അവിടെ വന്നിരിക്കുമോ, ഇങ്ങനെയൊക്കെ എനിക്ക് പേടിയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നിട്ട് ഞാൻ ഈ ചവിട്ടി തേക്കുന്ന തുണികളൊക്കെ താഴെ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. അതും ഞാനെടുത്ത് മുകളിലോട്ട് തൂക്കിയിട്ട് കേട്ടോ. ഇനി അതിൻ്റെ ഇടയ്ക്ക് എങ്ങാനും വന്നിരുന്നാലോ, ഓർക്കണം ഇതൊക്കെ എൻ്റെ പേടിയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ വന്നിരുന്നാലോ, നമ്മൾ നേരത്തെ കരുതി സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം, അങ്ങനെയല്ലേ പറയുന്നത്. അങ്ങനെ ആ തുണികളെല്ലാം ഞാൻ കയറയിലോട്ട് തൂക്കിയിട്ടു. പിന്നെ ബക്കറ്റെല്ലാം ഒന്ന് മാറ്റിയിട്ട് അവിടെ ഒന്ന് തൂത്ത് എല്ലാം അങ്ങ് പൊടിയെല്ലാം ഒന്ന് വാരിക്കളഞ്ഞു കേട്ടോ. അങ്ങനെ അടുക്കളപ്പുറം ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഏത് സാറുമാർ വന്നാലും പേടിക്കണ്ട, പെട്ടെന്ന് കാണാനായിട്ട് പറ്റും. ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ടാട്ടോ ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ ചെടിച്ചട്ടികളും കൂടി അവിടെ എല്ലാം തൂത്ത് വാരിയിട്ട് ചട്ടികളും കൂടി നമ്മുടെ ചീനച്ചട്ടികൾ ഗ്യാപ്പിട്ട് ഓരോന്നിനെ വിട്ട് വെച്ചോട്ടോ. അതാ കണ്ടോ ഒരു പഴുതാര കയറിപ്പോയത് കണ്ടോ, അതേപോലെ എന്തെങ്കിലും വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചൂടായതുകൊണ്ട് ഇവിടെ നല്ല തണുപ്പല്ലേ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ.